നമസ്കാരം. അനിൽ ബാലചന്ദ്രൻ, ദ സെയിൽസ്മാൻ. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ നിലനിർത്തുന്നതോടൊപ്പം തന്നെ അവരെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പുതിയ ബിസിനസ്സുകൾ, പുതിയ കസ്റ്റമേഴ്സിനെ നമ്മളുടെ സെയിൽസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. എന്നാൽ ചില കമ്പനികളും ചില സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് പുതിയ ബിസിനസ്സിനെ കൊണ്ടുവരാൻ പറ്റാത്തത്. എന്ത് ചെയ്യാം നമുക്കതിനെ ഓവർകം ചെയ്യാൻ? സെയിൽസിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം: പ്രോസ്പെക്റ്റിംഗ്, പ്രസൻറ്റിംഗ്, ക്ലോസിംഗ്. ഇതിൻ്റെ അകത്ത് ഈ പുതിയ ബിസിനസ് വരാത്തതിൻ്റെ യഥാർത്ഥ കാരണം പ്രോസ്പെക്റ്റിംഗ് അറിയാത്തതാണ്, അല്ലെങ്കിൽ കോൾഡ് കോൾ ചെയ്യാനുള്ള പേടിയായിരിക്കാം. എന്താണ് നമ്മളുടെ ടീമിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആ പർട്ടിക്കുലർ റെപ്രസെൻറ്റേറ്റീവിൻ്റെ പ്രശ്നം എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും കോൾഡ് കോൾ ചെയ്യാനുള്ള പേടിയായിരിക്കാം. പക്ഷേ നമുക്കതും പറഞ്ഞിരിക്കാൻ പറ്റില്ല. വി നീഡ് ന്യൂ ബിസിനസ്, വി നീഡ് ന്യൂ കസ്റ്റമേഴ്സ്. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ മാത്രം വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം കോമ്പറ്റീറ്റേഴ്സ് ആർ ബിഹൈൻഡ് ന്യൂ കസ്റ്റമർ. നമുക്കത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. സോ വാട്ട് ഷുഡ് വി ഡു ടു ജനറേറ്റ് ന്യൂ ബിസിനസ്? അതിനാദ്യം ചെയ്യേണ്ടത് സെറ്റ് എ ടാർഗറ്റ്. എല്ലാ മാസവും നമുക്ക് സെയിൽസിൽ റിസൾട്ട് വെക്കുന്ന പോലെ അല്ലെങ്കിൽ ടാർഗറ്റ് വെക്കുന്നത് പോലെ തന്നെ ന്യൂ ബിസിനസ്സിൽ നിന്ന് വരേണ്ട ടാർഗറ്റും നമുക്ക് സെറ്റ് ചെയ്യണം. എങ്ങനെ? എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൽ നിന്നുള്ളതിനെ സെപ്പറേറ്റും പുതിയ ബിസിനസ്സിൽ നിന്നുള്ളത് സെപ്പറേറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് രണ്ട് റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇൻസെൻറ്റിവൈസ് ചെയ്യാം. നമ്മളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമറിന് വിൽക്കുന്നതിന് 0.5% ആണ് ഇൻസെൻറ്റീവ് കൊടുക്കുന്നതെങ്കിൽ പുതിയൊരു ബിസിനസ് വരുമ്പോഴത്തേക്കിന് നമുക്ക് 1% വേണേൽ കൊടുക്കാം, ഡബിൾ കൊടുക്കാം. സോ ദാറ്റ് ദേ വിൽ ബി മോട്ടിവേറ്റഡ് ടു ബ്രിങ് ഇൻ ന്യൂ ബിസിനസ് ഇൻ ടു അവർ കമ്പനി. എല്ലാ ദിവസവും കോൾഡ് കോൾ ചെയ്യാനായിട്ട് ഒരു പർട്ടിക്കുലർ ടൈം നമ്മൾ ഫിക്സ് ചെയ്യണം. ആ റിപ്പോർട്ട് നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുകയും വേണം. ഇവരാരെയൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്, ഇതിനെ അവർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ, അതിൽ എത്ര എണ്ണം കൺവേർട്ട് ആകുന്നുണ്ട് എന്നുള്ളത് ആസ് എ സെയിൽസ് മാനേജർ, ആസ് ആൻ ഓൺട്രപ്രണർ നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യണം. കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ഇതവർക്ക് റൊട്ടീനായിട്ട് മാറും, ഇതൊരു ഹാബിറ്റായിട്ട് മാറും. സോ സെറ്റ് എ മിനിമം ടൈം എവറി ഡേ ഇൻ ദ മോർണിംഗ് ഫോർ കോൾഡ് കോളിംഗ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളുടെ സ്റ്റാഫിൻ്റെ വിളിക്കാനുള്ള പേടിയായിരിക്കും അതിന് റീസൺ. നമുക്കെന്ത് ചെയ്യാം? അത് അവർക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കിൽ അവർക്ക് കൊടുക്കാം, ട്രെയിനിങ് അവർക്ക് കൊടുക്കാം. അത് റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വാങ്ങിച്ച് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാം. ഇതിൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം, അവരെ ഹെൽപ്പ് ചെയ്യാം. പുതിയ ബിസിനസ് വരേണ്ട ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഹാവ് എ പേഴ്സണൽ ചാറ്റ്. അവരുമായിട്ട് ഇരുന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തുകൊണ്ട് ദേ ഫിയർ ടു ബ്രിങ് ഇൻ ന്യൂ ബിസിനസ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനായിട്ട് സെറ്റ് എ ടാർഗറ്റ് ഫോർ ന്യൂ ബിസിനസ് എവറി മന്ത്. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.